അവിടെ വന്നിട്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് പൈസ കൊടുത്ത് മോശം കാൻഡിഡേറ്റ് പോയിട്ട് പൈസ കൊടുത്ത് മോശം മനസ്സെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാർഡ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശോഭ ചേച്ചി ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അവർ മത്സരിക്കുന്നുണ്ടെങ്കിലും അവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുഴി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറെയൊന്നും അവർ നോക്കാൻ വേണ്ടിയിട്ട് തോൽവിക്കുഴി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെയൊന്നും അല്ല, അതായത് പൈസ കൊടുത്ത വിവാദങ്ങൾ ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ കൊടുത്തിട്ട് പലതും നേടുന്നുണ്ട് എന്നുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒരു സീറ്റിന് വേണ്ടിയിട്ടെങ്കിലും, അതായത് പാലക്കാട് എന്ന് പറഞ്ഞ ജീവന്മാരുടെ പോരാട്ടമാണ്. ഇനി അവിടെയും കാര്യം ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ, കാരണം വേറെ ഒന്നുമല്ല, അവിടെയുള്ള ചില ആൾക്കാരെ കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ മടുത്തിരിക്കുകയാണ്. ഓരോ വാർഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച ചില BJP കൗൺസിലർമാരെ അവിടെ കാണിച്ചു കൂട്ടുന്ന തെണ്ടിത്തരവും തോന്നിവാസങ്ങളും മുഴുവൻ നമ്മൾ കണ്ടതാണ്. അവിടെ ആൾക്കാരെ അടുപ്പിക്കാതിരിക്കുക, രമേശ് പിഷായുടെ പോലെയുള്ള ആൾക്കാരെ തടയുക, അങ്ങനെ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു സാമ്രാജ്യമാക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ശോഭാ സുരേന്ദ്രന്റെ ജയത്തെ തന്നെ തടയിടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചോർത്തി കൊടുക്കാനും അതുപോലെ ഫോട്ടോ എടുപ്പിക്കാനൊക്കെ കൃത്യമായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പെട്ടിരിക്കുകയാണ് ശരിക്ക്. അതായത് വളരെ മോശപ്പെട്ട വാക്കാണ് ഒരു വോട്ടർക്ക് നേരെ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുണ്ട്. പിന്നെ എന്താണ് അവരുടെ വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരുടെ ഫോട്ടോയും വീഡിയോസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും അവരൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് അവരാളെ കാണാനാണെന്ന് പറയുന്നു, അതുപോലെ തന്നെ എന്തോ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ കൊടുത്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ എന്താ ആദർശപരമായിട്ടാണ് ജയിക്കേണ്ടത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും സമ്മതിക്കത്തില്ല. അതായത് ഇവരുടെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പുള്ള ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. ഈ ശോഭാ സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നത് ആദ്യം മുതൽ ഏതെങ്കിലും ഇപ്പോൾ ആലപ്പുഴയായാലോ അങ്ങനെയുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് പോകേണ്ടതാണ്. പക്ഷെ ഇവരുടെ കൂടെയുള്ള കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരാണ്. ഇവരൊരു കാരണവശാലും ജയിക്കാൻ പാടില്ല എന്നാണ് അവിടെയുള്ള ഈ ശോഭ ചേച്ചിയുടെ കൂടെയുള്ള ആൾക്കാരുടെ കുറച്ചൊരു വിചാരം. കാരണം ജയിക്കരുത്, അവർ ജയിക്കാൻ പാടില്ല, അങ്ങനെ ജയിച്ചു പോകാൻ പാടില്ല. ഉള്ളിലുള്ള കുത്തിത്തിരിപ്പാണ് ഇവർ ആദ്യം മാറ്റേണ്ടത്. അത് കഴിഞ്ഞാലും മാത്രമേ പുറത്തുള്ള കുത്തിത്തിരിപ്പിന് സ്ഥാനമുള്ളൂ. ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ചിലപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ അവിടെ കുത്തൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇവരെ ജയിപ്പിക്കണം എന്ന് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വന്തം പാർട്ടിക്കാർക്കും കുത്തൂല. അതായത് അവിടെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വടബലിയാണ്. ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ലെങ്കിലും കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശത്തിലാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന പൈസ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ,
അതായത് ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ അയാളിങ്ങനെ എന്താണ് അയാളുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും, സംഭാവനയായിട്ടും ഇതായിട്ടൊക്കെ വരും. അതൊക്കെ ചിലവ് കഴിച്ചു കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ബെൽസാം ഇത് തന്നെയാണ്, അല്ലാതെ സീറ്റ് കിട്ടുന്നില്ല പ്രതീക്ഷയോട് കൂടിയിട്ടൊന്നല്ല. ഇപ്പം പലതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും മത്സരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ചില മുതലാളിമാരുടെ സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ പൈസ കൊടുക്കുന്നുണ്ട്, നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്, ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്, അതായത് നല്ല ലക്ഷങ്ങളോ കോടികളൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ആ ഒരു സംഭവം വിവാദമായതോടുകൂടി എന്ന് പറഞ്ഞാൽ ശോഭയുടെ വിജയത്തിനല്ല, ശോഭയുടെ വോട്ടിങ്ങിന് തന്നെ എന്ന് പറഞ്ഞാൽ വലിയ മങ്ങലേറ്റിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ശോഭ ചേച്ചിയുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. അവരൊറ്റാതെ ഇങ്ങനെ ഒരു കാര്യം നടത്തത്തില്ല, ഇത്രയും കൃത്യമായിട്ട് അവർക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് ഇവിടെ ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ പഴയകാല തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം വോട്ട് മറിക്കുന്നതും വോട്ട് വിൽക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴും പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിച്ചുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമെങ്കിലും ഉണ്ട്. അപ്പോൾ ജയിച്ചിട്ടില്ലെങ്കിലും ജയിച്ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ പാർട്ടിക്കാർ തന്നെയാണ്. ഇപ്പോൾ ഒരു ബി ജെ പിക്കാരൻ നന്നാകുന്നത് മറ്റേ ബി ജെ പിക്കാരന് കണ്ടുകൂടാ, അല്ലെങ്കിൽ മറ്റേ ബി ജെ പിക്കാരൻ ജയിക്കുന്നത് ഈ ബി ജെ പിക്കാരന് കണ്ടുകൂടാ. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതൊന്നും അങ്ങനെയൊന്നും പുറത്തു വരത്തില്ല. അതായത് ഈ ഒരു ക്ലാസ് മണ്ഡലം എന്താണെന്ന് വെച്ചാൽ വലിയ വിജയ സാധ്യതയുള്ള പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലം കിട്ടിയിട്ടും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ അണികളെയോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാരെയോ ഒരു തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറൂരി വിട്ടതുപോലെയാണ്. കാരണം അവരവിടെ കാണിക്കുന്ന ചില തോന്നിയവാസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, രമേഷ് പിഷാരടി എന്ന് പറയുന്ന ഒരു നടൻ അന്ന് സ്വീകരിച്ച അത് സ്ഥാനാർത്ഥി അന്ന് സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അയാൾ സമാധാനത്തോടു കൂടി പിന്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അയാൾ അവിടെ കുഴപ്പം കൂടാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ അടി വാങ്ങിക്കാൻ പോയിട്ടില്ല, അയാൾ 2 ദിവസം ആശുപത്രി കിടക്കാന്ന് പറഞ്ഞു പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ തോറ്റതാര അവിടെ തടഞ്ഞിരിക്കുന്ന ആ കൗൺസിലർ തന്നെയാണ്. ആ കൗൺസിലർ വിചാരിച്ചത് എന്താ, ഇത് മുഴുവൻ എൻ്റെതാണ്, ഞാനാണ് ഇവിടെ രാജാവ്. അവരെന്തോ വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അവർക്കറിയില്ലല്ലോ ഈ 10 150 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വോട്ട് മാത്രം പോരാ. അതായത് ആ ഒരു മണ്ഡലങ്ങളിലുള്ള എല്ലാവരുടെയും വോട്ട് വേണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇങ്ങനെ അങ്ങ് തടയാൻ വേണ്ടി നോക്കുകയും ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭയോട് ബന്ധശത്രുക്കളായ ശോഭയുടെ കൂടെയുള്ളവർ തന്നെയാണ്. ശോഭ ഒരു കാരണവശാലും ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്, വേറെ ആരുമല്ല. വേറെ ആരും ഈ കഥയൊന്നും അറിയുന്നില്ല. ശോഭ എവിടെയാ പോകുന്നത്, എന്താണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് അതൊക്കെ ചോർത്തി കൊടുക്കാനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ശോഭ ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും നിയമസഭ കാണിക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നതാണ് നിങ്ങളുടെ ആ ഉള്ളിലുള്ള ചില ആൾക്കാർ തന്നെയാണ്. അവരെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. എന്നിട്ട് മതി പൊതുജനങ്ങളോട് എന്താ പറയേണ്ടത്, നീ ആരാടാ അടിച്ച നിൻ്റെ മറ്റേതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ സത്യത്തിൻ്റെ മുഖം എന്നും വികൃതമാണ് മേഡം, വികൃതമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ നോക്കുക. അവരാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. അവർ പലതും ചെയ്യും. അതാണ് കാരണം. എന്താ വെച്ചാൽ ശോഭാ സുരേന്ദ്രൻകാരൻ ജയിച്ചു പോയാലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് അവിടെയുള്ള ബി ജെ പിക്കാർ തന്നെ പലതും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കൂടുതലൊന്നും പറയാനില്ല. ബൈ ബൈ.